പൊന്നാരച്ചങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പോൾ എന്തായാലും ഇപ്പോൾ 4 മണി ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കാൻ നല്ല സുഖമാട്ടോ, നല്ല തണുപ്പാണ്. ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര വെയിലാണ് ഇപ്പോഴേ. അപ്പോൾ അത്ര ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പോയി നോക്കുമ്പോൾ തിരിച്ച് പഴയമാതിരി ഇപ്പോൾ വെയിൽക്കാലം തന്നെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അടിപൊളി കൂട്ടാനായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ എന്താ കൂട്ടാനുണ്ടായിരുന്നു ചോദിച്ചാൽ മറ്റേ മുരിഞ്ഞക്കൊമ്പ് പൊട്ടിച്ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചാൽ മറ്റേ 2-3 കൊരഞ്ഞന്മാർ വന്നിട്ട് മുരിഞ്ഞക്കൊമ്പിൻ്റെ മേലെ കയറിയിട്ട് കുത്തിമാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആക്കപ്പാടെ കൂടിയിട്ട് മറ്റേ കൊമ്പാട് പൊട്ടിച്ചാടി. അത് കാരണം ഇപ്പോൾ ഞാൻ കഴിച്ചില്ല കേട്ടോ. കാരണം ചോദിച്ചാൽ ഉച്ചരിയുമ്പോൾ കൂട്ടാനിപ്പോൾ എന്താ ചെയ്യുക വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ടായിരുന്നു. അപ്പോഴത്തേനും മുരിഞ്ഞടല കിട്ടിയതേ. അപ്പോൾ എന്തായാലും നാടൻ മുരിഞ്ഞ അടിപൊളിയല്ലേ. എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ പിന്നെ മറ്റേ പെരിന്തൽമണ്ണ മറ്റേ മണ്ണാർമലയിൽ പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കേൾക്കാണ്ട് കേട്ടോ. എന്തായാലും നാട്ടുകാരും വീട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് അവിടെ CCTV പുലിക്കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുലിക്കൂടിൻ്റെ മുന്നിൽ വന്നിട്ട് പുലി ഒറ്റയ്ക്ക് പോവാന്ന് പറയാല്ലാണ്ട് ജമ്മന പുലി അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. പോരെ പുലിവാല്. എന്തായാലും അവിടെ ബമ്പം പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ആ ന്യൂസ് എല്ലാം കേട്ടപ്പോൾ അത് കൂടെ ഒക്കെ നടക്കാനും പേടിയപ്പോഴേ. കാരണം എന്താ വെച്ചാൽ പുലി എപ്പോഴാണ് എങ്ങനെ വരിക എന്നും പറയാൻ പറ്റില്ലല്ലോ. വല്ലാത്തൊരടങ്ങറൊക്കെ നിങ്ങൾ. എന്തായാലും പുലി പിടിക്കാൻ പറ്റിച്ച നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുലിയെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വീപ്പാണ്. എന്തായാലും പുലി ഭയങ്കര, പക്ഷെ നാട്ടുകാർക്കൊന്നും ഉപദ്രവമൊന്നുമില്ല എന്ന് പറഞ്ഞ കേട്ടപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായിട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. പിന്നെ എന്താ ചോദിച്ചാൽ മറ്റേ ഓണത്തിന് ടൂർ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ കന്യാകുമാരിയും വേറെ 2-3 സ്ഥലത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും കാര്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല, അതങ്ങനെ വിറ്റ്. അതുകൊണ്ട് പിന്നെ ഇടാനും വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മറ്റേ പുറത്തൊക്കെ പോയിട്ടൊക്കെ ഒരു ചായയൊക്കെ കുടിക്കണം. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് ചങ്കോളും ചങ്കത്തിയോളൊക്കെ നമ്മളെ വീഡിയോസെല്ലാം കണ്ടിട്ട് നല്ല നല്ല കമൻ്റൊക്കെ ഇട്ടുണ്ട് കേട്ടോ. എന്തായാലും കമൻറ്റിലൂടെ എങ്ങനെയാ ചോദിച്ചാൽ വീഡിയോയുടെ കമൻറ്റിലൂടെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. വീഡിയോയുടെ അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ യൂട്യൂബ് നോക്കി കാണുന്നുണ്ട്. അത് കാരണം ഞാൻ അതിനുള്ള മറുപടി മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ ചോദിച്ചാൽ അതോടുകൂടെ അതിലൂടെ നമ്മൾ സുഖമാണോ എന്തൊക്കെ വിശേഷം ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കുറച്ച് പണിയും കൂടിയും ബാക്കിയുണ്ട്. എന്നാൽ ഓക്കെ. എന്നാൽ